നിസ്കരിച്ച് തുടങ്ങിക്കോളി. കുറഞ്ഞ റക്കാത്തുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് തുടങ്ങി. അതേപോലെ നമ്മുടെ ക്ലിനിക്കിൽ ബാക്ക് പെയിൻ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിരുന്നു. MRI ഒക്കെ എടുത്ത് ഡോക്ടർ സർജറിയാ പറഞ്ഞത്. സർജറി എന്ന് പറഞ്ഞ കേസ് നമുക്ക് ആർക്കായാലും സർജറി എന്ന് പറഞ്ഞാൽ പേടിയാണ്. മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമന്ന് കിടന്നിട്ട് മുട്ട അങ്ങോട്ട് മടങ്ങി കിട്ടുന്നില്ല. അത് പൊക്കാൻ മാത്രമുള്ള ശക്തി അവർക്ക് ഹാംസ്ട്രിങ്സിനില്ല. ഭയങ്കര ലാഗാണ് നിവരുന്ന് കിട്ടാൻ. അപ്പൊ ഞാൻ MRI ഒക്കെ നോക്കി അവരോട് പറഞ്ഞ് പുതിയ ടെക്നോളജി ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ റോബോട്ടിക് സ്പൈനൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്കതൊരു കുറച്ച് സെക്ഷൻ ചെയ്യേണ്ടി വരും, നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇതിന് മുന്നേ വന്ന പേഷ്യൻസിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടി. നമ്മൾ ആ പേഷ്യന്റിനെ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവരോട് ഇതേപോലെ ഡെയിലി മോർണിംഗ് ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് 5 മിനിറ്റ്സ് വീട്ടിൽ നിന്ന് നടക്കാൻ പറഞ്ഞു. ഒന്നും വേണ്ട, സ്പീഡ് കൈയൊന്നും വീശി നടക്കണ്ട, ജസ്റ്റ് കാഷ്വൽ വാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റീഷ്യനായിട്ട് റെഫർ ചെയ്തിട്ട് പറഞ്ഞു. കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള പേഷ്യന്റ് ആയിരുന്നു. സ്ട്രെങ്തനിങ് എക്സസൈസുകളും കോർ സ്റ്റെബിലിറ്റി എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-12 സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റ് ആ ഒരു റിലീഫ് കിട്ടി തുടങ്ങി. അതുപോലെ 2 years ആയിട്ട് ആ പേഷ്യന്റ് ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അവർക്ക് സാധാ പോലെ നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് പെടുന്നു നിസ്കരിച്ച് തുടങ്ങിക്കോളി. കുറഞ്ഞ റക്കാത്തുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് തുടങ്ങി. എന്നിട്ട് നമ്മൾ ഗ്രാജുവലി അതിങ്ങനെ കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 1 month ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 21 ഡേയ്സിന്റെ ഡീകംപ്രഷൻ തെറാപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് നെക്കിനും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടി ആയിട്ട് ഒരു 1 month ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ പേഷ്യന്റ് ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പേഷ്യന്റ് എന്തൊക്കെ വേദന ഉണ്ടായിരുന്നു ആ വേദന മൊത്തം മാറി. പേഷ്യന്റ് നോർമലി നിസ്കരിക്കാൻ തുടങ്ങി. പേഷ്യന്റ് 2 weeks കഴിഞ്ഞ് റിവ്യൂവിനും വന്നിരുന്നു. ഒരു പ്രശ്നവുമില്ല, ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്.